നമസ്കാരം, കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘ, എന്തായാലും സുമുഹൂർത്തമായി കാത്തിരുന്ന ആ മണിക്കൂർ, ആ മിനിറ്റ്, ആ മുഹൂർത്തം എത്തിയിരിക്കുന്നു. കാരണം പ്രധാന വേദികളൊക്കെ ഉണരാൻ തുടങ്ങുകയാണ്. 6ഓളം മത്സരങ്ങളാണ് ഇന്ന് പ്രധാന വേദിയിൽ നടക്കുന്നത്. അതിനുമപ്പുറം വർണ്ണാഭമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിച്ചതിന്റെ ആലസ്യത്തിൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? തീർച്ചയായും അരുൺ, എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഐറ്റമാണ് ഇനി നടക്കാൻ പോകുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പൊടി, തിരുവാതിര, അങ്ങനെ കളർഫുൾ ആയ കുറെ മത്സരങ്ങൾ ഇനി ഈ 6 മണിക്ക് ശേഷം ഇനി ഈ വേദിയൊക്കെ കീഴടക്കുന്ന കാഴ്ചയാണ് അരുൺ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് കലോത്സവം അതിന്റെ എല്ലാ വർണ്ണ മനോഹാരിതയിലേക്കും കടക്കുന്ന ആദ്യ മിനിറ്റുകളാണ്, ആദ്യ മുഹൂർത്തങ്ങളാണ്. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അല്പസമയത്തിനകം ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന വേദി പ്രധാന വേദിയാണ്, നിളയാണ്. അവിടെ മോഹിനിയാട്ടമാണ്. ആദ്യമായി ആ നറുക്കിട്ട് കുട്ടികളുടെ ആരാണ് ആദ്യം കയറേണ്ടത് എന്ന് തീരുമാനിക്കും. ആദ്യമായി മോഹിനി ലാസ്യഭാവങ്ങളോടെ ഒപ്പം എല്ലാ പകപ്പുകളോടും പേടിയോടും കൂടി കയറുന്ന ദൃശ്യമാണ് ഈ മത്സരത്തിൽ. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി നൃത്തം വെക്കുകയാണ് ഒരു മോഹിനി, ഒരു പെൺകുട്ടി. അതാണ് ഞങ്ങൾക്ക് പിന്നിൽ കാണുന്ന സ്റ്റേജിൽ പ്രധാനമായും നടക്കുന്നത്. അതിനപ്പുറം ഉദ്ഘാടന ചടങ്ങുകളൊക്കെയാണ് ഇവിടെ നടന്നത്. അതിന്റെ വർണ്ണാഭമായ മണിക്കൂറുകൾ, മിനിറ്റുകളൊക്കെയാണ് കടന്നുപോയത്. എനിക്ക് തോന്നുന്നു ബിജേഷ് വളരെ കൃത്യമായി അതിന്റെ ഒരു സമഗ്രമായ വിവരം നൽകും. ചോദിക്കാം ബിജേഷിനോട്. ബിജേഷ്, ഏത് തരത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് പുരോഗമിച്ചത്? ഒപ്പം തന്നെ നിളയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, നിള എനിക്ക് തോന്നുന്നു കര കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് എന്ന് തോന്നുന്നു. അത് കൊള്ളാം, നല്ല പ്രയോഗം. അതെ, നിള കരകവിഞ്ഞൊഴുകുകയാണ്. ബിജേഷ്, തീർച്ചയായിട്ടും പ്രൗഢഗംഭീരമായ ഘോഷയാത്ര തന്നെയായിരുന്നു 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്. സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര 2.5 മണിക്കൂറിന് ശേഷം 4:45 പ്രധാന വേദിയായ പോലീസ് മൈതാനിയിലെ നിളയിൽ എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് സ്വാഗതഗാനം ആരംഭിച്ചതും 57 അധ്യാപകർ ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനം കണ്ണൂരിൻ്റെ കലാപെരുമ വിളിച്ചോതുന്നത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിയിച്ചതോടുകൂടിയാണ് 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരികമായ തുടക്കമാവുകയും ചെയ്തത്. ഉദ്ഘാടന പ്രസംഗത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. കലാകാരന്മാരും എഴുത്തുകാരും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ചാലക ശക്തികളാണ് എന്നതാണ് അദ്ദേഹം ഏറ്റവും ആദ്യം എടുത്തു പറഞ്ഞത്. അത്തരത്തിലുള്ള ആൾക്കാരുടെ ചില എഴുത്തുകളും ചില കലാസൃഷ്ടികളും ചിലർക്കെങ്കിലും പിടിക്കാതെ പോകുന്ന ഘട്ടത്തിൽ അവർ രാജ്യം വിടണം എന്ന് പറയുന്നത് അനുവദിക്കാൻ സാധിക്കുകയില്ല. അത് ഫാസിസത്തിൻ്റെ കടന്നുകയറ്റമാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികളും ഇത്തരത്തിലുള്ള ചിന്താഗതികളുമെല്ലാം തന്നെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ 4ാമത്തെ തവണയാണ് ഇപ്പോൾ കലോത്സവം എത്തുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം കലോത്സവം എത്തുമ്പോൾ കണ്ണൂരിലെ ജനത ഇരു കൈകളും നീട്ടി കലോത്സവത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഹരിത കലോത്സവം ആയാണ് ഇത്തവണത്തെ കലോത്സവം കൊണ്ടുപോകാൻ സർക്കാരും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ ജനതയും തീരുമാനിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായിട്ടും കലോത്സവ നഗരിയിൽ നിന്നും പുറത്താക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ജൈവ വൈവിധ്യമായ ഒരു കലോത്സവം തന്നെയായിരിക്കും ഇത്തവണത്തേത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് കണ്ണൂരിൽ നിന്നുള്ള ജനങ്ങളെല്ലാം തന്നെ പങ്കെടുത്ത് അത് കാണാൻ എത്തി എന്നതും എടുത്തു പറയേണ്ടതായിരിക്കുന്നു. കലാകാരന്മാരും കലാകാരികളും വേദിയിൽ മത്സരിക്കുന്നത് വെറും സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം. തങ്ങൾ കുറേ കാലങ്ങളായിട്ട് പരിശീലിച്ച കലാരൂപങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുക വഴി അത് സമ്മാനം ലഭിക്കുകയോ ലഭിച്ചില്ലെങ്കിലോ അതവിടെ അവസാനിപ്പിക്കരുത്. തുടർന്ന് അതേ കലാരൂപം തന്നെ കൊണ്ടുപോയെങ്കിൽ മാത്രമായിരിക്കും അത് സമൂഹത്തിന് ഗുണം ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. എന്തായാലും വിശിഷ്ട അതിഥിയായിട്ട് വന്നത് ചലച്ചിത്ര പിന്നണി ഗായിക ചിത്രയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ സംഗീതത്തിൽ സമ്മാനം വാങ്ങിച്ച, കലോത്സവ നഗരിയിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചയാളാണ് ചിത്ര. അന്ന് ആ 35 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ സംഗീതം അവതരിപ്പിച്ചതിൻ്റെ പല്ലവി ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ അവതരിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിൻ്റെ വിവിധ മന്ത്രിമാരടക്കം പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഉദ്ഘാടനത്തിൽ നടന്നത്. ഇനി പ്രധാന വേദിയിൽ നടക്കാനുള്ളത് മോഹിനിയാട്ടമാണ്. ഇപ്പോഴും ഉദ്ഘാടന സമ്മേളനം അവസാനിച്ചിട്ടില്ല. ആശംസാ പ്രസംഗങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മോഹിനിയാട്ടം നടക്കുക. 7 വേദികളിൽ മാത്രമാണ് ഇന്ന് പ്രധാന മത്സരങ്ങളെല്ലാം നടക്കുന്നത്. നിളയിൽ മോഹിനിയാട്ടം നടക്കുമ്പോൾ മറ്റ് വേദികളിൽ കുച്ചിപ്പുടിയും ഭരതനാട്യവും തിരുവാതിരയും. വിജേഷ്,
ബിജേഷിലേക്ക് മടങ്ങി വരാം. കാരണം പറഞ്ഞാലും തീരാത്തത്ര വിശേഷങ്ങളാണ് ഇവിടെ ഉള്ളത്. കണ്ണൂരിലെ കലോത്സവം, ആ കാഴ്ചക്കാരൊക്കെ. എനിക്ക് തോന്നുന്നു മേഘ, ഘോഷയാത്രയെ നമ്മൾ സാധാരണ ഈ ഒരു ക്ലീഷേ വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. എന്തായിരുന്നു? വർണ്ണശബളം അല്ലേ? അതെ, അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, വർണ്ണശബളം. അതിനപ്പുറം വേറൊരു വാക്ക് ഞങ്ങൾക്ക് അതിന് പറയാനില്ല. ക്ലീഷേ എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞെങ്കിലും അത്ര മനോഹരമായ, അത്ര ചാരുതയാർന്ന ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അത്. കാരണം അതിനപ്പുറം പെട്ടെന്നൊരു വാക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വർണ്ണശബളമായ ഘോഷയാത്ര തന്നെയായിരുന്നു. കഥകളിയും മോഹിനിയാട്ടവും ഒപ്പനയും മാർഗം കളിയും ഒക്കെ അണിനിരുന്ന ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളടക്കം 10,000-ഓളം പേരാണ് പങ്കെടുത്തത്. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ബാൻഡുമേളവും ശിങ്കാരിമേളവും കേരളത്തിന്റെ തനതു നൃത്ത വേഷവിധാനങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികളും ഘോഷയാത്രയുടെ മിഴിവിന് കൊഴുപ്പേകി. സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കണ്ണൂർ റേഞ്ച് ഐ ജി ദിനേശ് കശ്യപും ഗായിക സൈനോര ഫിലിപ്പും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. സെന്റ് മൈക്കിൾസ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പ്രഭാത് പ്ലാസ കവല വഴി പഴയ സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പ്രധാന വേദിയായ പോലീസ് ഗ്രൗണ്ടിലെ നിളയിലേക്ക് ഘോഷയാത്ര എത്തിയത്. ഘോഷയാത്ര കടന്നുപോയ വഴിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് കാഴ്ചക്കാരായി എത്തിയിരുന്നത്. കേരളത്തിന്റെ കലാ സാംസ്കാരിക പരിച്ഛേദങ്ങൾ അടങ്ങിയ ഘോഷയാത്രയിൽ 60 പ്ലോട്ടുകളാണ് ഉൾപ്പെടുത്തിയത്. കലോത്സവ നഗരിയിൽ നിന്നും ടീം പീപ്പിളിനു വേണ്ടി വിനിഷ വൃന്ദാവൻ. വർണ്ണശബളമായ ഘോഷയാത്ര തന്നെയായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് ഈ സ്റ്റോറി കണ്ടപ്പോൾ, ഈ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്വാഭാവികമായും മനസ്സിലായിട്ടുണ്ടാവും. മേഘ, കണ്ണൂരിൽ ഈ കലോത്സവം നടക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ദേശീയ തലത്തിലൊരു ഡാൻസ് ഫെസ്റ്റ് നടന്നാൽ എങ്ങനെയിരിക്കും? അത് ഇരട്ടി മധുരമായിരിക്കും കണ്ണൂരുകാർക്ക്. അത് ഹോസ്റ്റ് ചെയ്യുന്ന, അത് ആരാണ് സംഘടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മെയിൻ പ്രധാനമായി ചുക്കാൻ പിടിക്കുന്ന ഒരു കലാകാരിയാണ് ഇത്തവണ അതിഥിയായി നമുക്കൊപ്പം ന്യൂസ് റൂമിൽ, നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത്. ഷൈജയാണ് നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. സ്വാഗതം ചെയ്യാം ഷൈജയെ. കലോത്സവം നടക്കുന്നു, ഒപ്പം സമാന്തരം എന്ന് പറയാനാവില്ല, വലിയൊരു ഡാൻസ് ഫെസ്റ്റ് കണ്ണൂരിൽ വരാനും പോവുകയാണ്. അതിൻ്റെ ചുമതലക്കാരി കൂടിയാണ്. എങ്ങനെയാണ് പൊതുവിൽ ഒരു പ്രതീക്ഷ? ആദ്യം തൊട്ട് പറയാം, ഞാൻ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ഇവിടെ എല്ലാവരുടെ പോയപ്പോൾ തന്നെ ആദ്യം വന്ന റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഡാൻസ് ഫെസ്റ്റിവൽ കണ്ണൂർ നടത്തുന്നു, ഇതാണ് എല്ലാവരും ചോദിച്ചത്. പക്ഷേ അത് സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ തൊട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവിടെ പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് വളരെ കുറച്ച് മാത്രമേ കണ്ണൂർ നടക്കാറുള്ളൂ. അപ്പോൾ കണ്ണൂരിലെ ആൾക്കാരെ എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും പൊതുവുള്ള അഭിപ്രായം. പക്ഷേ അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഇന്നിപ്പോൾ ഈ കൂടിയിരിക്കുന്ന ജനക്കൂട്ടം. എന്ത് ഫെസ്റ്റിവൽ ആയാലും ഏത് തരം ആഘോഷമായാലും കണ്ണൂരിലെ ജനങ്ങൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഈ സാധാരണ ഒരു സാധനം കൂടെ മേഘ, അതായത് എടുക്കുവാന്നേ ചോദിച്ചോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഈ കലോത്സവ വേദിയിലെത്തുന്ന നർത്തകരോട്, പെർഫോമേഴ്സിനോട് ഞങ്ങൾ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, കലോത്സവ അനുഭവം എങ്ങനെയാണ്? എഴുതി വെച്ചോ. 2, കലോത്സവത്തിൽ ആദ്യമായി പങ്കെടുത്തപ്പോൾ എന്ത് തോന്നി? ഏത് മേഖലയിലാണ് കൂടുതൽ പെർഫോം ചെയ്തത്? ഇങ്ങനെ ചില സ്ഥിരം ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഇട്ട് തരികയാണ്, പറയാം. കലോത്സവത്തിന് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കലോത്സവത്തിന് മുമ്പ് വരെ ആ വേദിയിൽ പെർഫോം ചെയ്യുന്നത്. പിന്നെ അതുപോലെ റിസൾട്ട് വരുമ്പോഴും ഇതുവരെ എല്ലാത്തിലും നല്ല, ഞാൻ യൂണിവേഴ്സിറ്റി നൃത്തപ്രതിഭയായിരുന്നു. എൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മോഹിനിയാട്ടമാണ്. പക്ഷേ രണ്ടും പെർഫോം ചെയ്യുന്നുണ്ട്, ഭരതനാട്യവും മോഹിനിയാട്ടവും. ഭരതനാട്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പം മെയിൻ ഇവന്റ് ഇനിയിപ്പോൾ ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം, ഈ പ്രധാന വേദി നിള, ഇവിടെ മോഹിനിയാട്ടമാണ് ആദ്യമായി നടക്കാൻ പോകുന്നത്. 6 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഒരുപക്ഷെ വൈകുമായിരിക്കും. തീർച്ചയായും ചേച്ചി, എനിക്ക് തോന്നുന്നു ഒരു പാർട്ടിസിപ്പന്റിന്റെ വികാരം എന്താണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചേച്ചിക്കും പറയാൻ സാധിക്കും. ഈ ഒരു മത്സരത്തിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു കുട്ടി, ആ ഒരു പഴയ കാലത്തേക്ക്, എനിക്ക് തോന്നുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാ തിലകം കൂടിയാണ്, ആ ഒരു പഴയ കാലത്തേക്ക് പോയാൽ എങ്ങനെയാണ് ആ ഓർമ്മകൾ പറയുന്നത്? പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിരിക്കും. ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യത്തിൽ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കുട്ടികൾക്ക് മേലെ ഒരുപാട് പ്രഷറാണ്. ഇപ്പം പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ശരി, ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും ശരി, പ്രഷർ കൊണ്ട് അവരിയ്ക്കുകയാണ് അവിടെ. അവർക്ക് ഈ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഭരതനാട്യം 10 മിനിറ്റ് അല്ലെങ്കിൽ മോഹിനിയാട്ടം 10 മിനിറ്റുള്ള ഒരു ദൈർഘ്യമുള്ള ഒരു ഐറ്റമാണ് അവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് എന്താണെന്ന് പോലും ചിലപ്പോൾ പല കുട്ടികൾക്കും അറിയില്ല.
അവർക്ക് അതിനുള്ള മെച്യൂരിറ്റി വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരെ അതുപോലെ ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും ഒരു മത്സരത്തിനുള്ള ഒരു ഐറ്റം ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവരെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇവിടെ സ്കൂൾ തലത്തിൽ അല്ലെങ്കിൽ ജില്ലാ കലോത്സവം, സബ് ജില്ല, സംസ്ഥാനം, ഇവിടെ തന്നെ നൃത്തം പഠിപ്പിക്കുന്നത് തന്നെ കലോത്സവ മത്സരത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ പ്രൊഫഷണലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരെയും നൃത്തം പഠിപ്പിക്കുന്നില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അതെ, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു വാസ്റ്റ് വൈഡ് ഏരിയ തന്നെയുണ്ട്. നമുക്ക് അത് വേണ്ടിയിട്ട് ഇത് കുട്ടികളുടെ ഒരു കലാ മാമാങ്കം എന്ന രീതിയിൽ വളരെ ചെറുതായി കാണാം, അല്ലെങ്കിൽ അത് ഗൗരവമായി ചർച്ച അർഹിക്കുന്ന വേറൊരു മേഖലയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രഹസ്യമല്ലാത്തൊരു കാര്യം പരസ്യമായിട്ട് പറയട്ടെ, ഒരു പരസ്യം അത്രേ ഉള്ളൂ. നമസ്കാരം, കലയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. മേഘ, ഈ നാഷണൽ ഡാൻസ് ഫെസ്റ്റില് ഒരുപക്ഷെ ദേശീയ തലത്തിലുള്ള നർത്തകരൊക്കെ ഒരുപക്ഷെ പങ്കെടുക്കും എന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഷൈജ, നിങ്ങളുടെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണോ? കാരണം ആരൊക്കെ ആയിരിക്കും? നമ്മള് പ്രോഗ്രാം എൻട്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഡിസംബർ 31 എൻട്രി ക്ലോസ് ചെയ്തു. അപ്പോഴേക്കും 130ഓളം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 3 കാറ്റഗറിയിലാണ്, 10 തൊട്ട് 15 വരെ, 15 തൊട്ട് 25, 25-ന് മേലെ സീനിയർ കാറ്റഗറി. അപ്പോൾ അവർക്ക് നമ്മൾ നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ്, മൊമെന്റോ, പിന്നെ ഒരു അവാർഡ്, നാട്യസമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു അവാർഡും കൊടുക്കുന്നു. എല്ലാ ദിവസവും ഈവനിങ് 5:30 തൊട്ട് ഒരു ദിവസം 3 ആർട്ടിസ്റ്റ് വെച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ചേച്ചി, എനിക്ക് തോന്നുന്നൊരു കാര്യം, എനിക്ക് വലിയൊരു സാധ്യത കൂടിയാണ് ഈ ഒരു നാഷണൽ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ. നിങ്ങൾ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തുടക്കം മുതൽ പഠിപ്പിച്ച് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരുമോ, അല്ല കുട്ടികൾക്ക് വേണ്ട ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് മുമ്പോട്ട് വെക്കുന്നത്? ഈ ഫെസ്റ്റിവലോടുകൂടി, ഈ ഫെസ്റ്റിവലിന് ശേഷം, ഇതിപ്പം പെർഫോമൻസ് മാത്രമേ ഉള്ളൂ, ഇതിന് ശേഷം ഞങ്ങൾ ഏപ്രിലിൽ നാഷണൽ ലെവൽ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ? അതിന്റെ ഒരു കേരളത്തിൽ വെച്ച് തന്നെയാണോ? അത് കണ്ണൂർ വെച്ചാണ്. ഇനി എല്ലാം കണ്ണൂർ തന്നെയാണ്. എന്തുകൊണ്ടാണ് കണ്ണൂർ തന്നെ വേദി? കണ്ണൂർ ഒന്നാമത് എന്റെ നേറ്റീവ് ആണ്. പിന്നെ കണ്ണൂരിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലത്തെ പ്രോഗ്രാംസ് ആയാലും പ്രൊഫഷണൽ പ്രോഗ്രാംസ് ആയാലും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം പോലത്തെ സ്ഥലത്ത് ഇതിന്റെ ഒരു കേന്ദ്രമാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ ഒരു ശ്രമം അത്രേ ഉള്ളൂ. കണ്ണൂരിലെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായാലും ഇവർക്കൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ഈ പ്രൊഫഷണൽ പ്രോഗ്രാംസ് കണ്ട് വളർന്നാൽ മാത്രമേ അവർക്ക് അതിനോടുള്ള ഈ മത്സര ബുദ്ധി കുറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നൃത്തത്തോടും അതിനുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ. അതിന്റെ ഒരു ശ്രമമായിട്ടാണ്. അതെ, തലസ്ഥാന നഗരി തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ വൈലോപ്പിള്ളിയിലും ഒക്കെ എന്നും ഡാൻസ് പ്രോഗ്രാമും അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ എന്നും ഉണ്ടാവും. പക്ഷേ ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ച് ഇത് വലിയ ഒരു തുടക്കം എന്ന രീതിയിൽ കൂടെ കാണാം. കാരണം ഈ കലോത്സവം കഴിഞ്ഞുള്ള കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു അവസ്ഥയാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ പ്രൊഫഷണൽ മേഖലയിലേക്ക് എത്ര പേര് കടന്നു പോകുന്നു എന്നുള്ളത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു തുടക്കം, ഒരു വേദിയാകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലായാലും പ്രൊഫഷണൽ, ഇപ്പം ഈ കലാതിലകം, അതുവരെ കലാതിലകത്തിന് വേണ്ടി വാശിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രേസ് മാർക്ക്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളൊക്കെ എവിടെ പോകുന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി, എന്തുകൊണ്ടാണ് കലോത്സവ വേദികളിൽ മാത്രം ഒതുങ്ങി പിന്നെ മാറിപ്പോകുന്നത്? ഒരു ഡാൻസ് അറിയാവുന്ന ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ത്രീക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഏതെങ്കിലും തരത്തിലുള്ള പാടുണ്ടോ? എനിക്കൊന്ന് അത്യാവശ്യം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളിലൊക്കെ എത്തുന്ന കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളാണ്, ഡാൻസ് നന്നായി പഠിച്ചു വരുന്ന കുട്ടികളാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പല പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ. അവരെന്തുകൊണ്ടാണ് അതിന് ശേഷം, കലോത്സവത്തിന് ശേഷം അത് വേണ്ട എന്ന് വെക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും അത് പറയാനാണെങ്കിൽ ഇതും പറഞ്ഞ മുതൽ ഒരു വലിയൊരു സബ്ജക്റ്റാണ് പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ക്യാപ്സ്യൂൾ രൂപത്തിലാണ്. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അതൊന്നും മനസ്സിലാക്കിയിട്ടല്ല അവരെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗുരുക്കന്മാർ, അതുപോലെ തന്നെ പാരൻസ്, അവരുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഈ കുട്ടികൾ ഈ പഠിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ മാർക്ക്, ഗ്രേസ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകും. പക്ഷെ അതിലും വലുതാണ് ഈ കല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ശ്രമം എന്ന് പറയുന്നത് ഫെസ്റ്റിവലോടുകൂടി തന്നെ ഇങ്ങനെ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പം ഇതിനൊരു ഇനിയും ഈ നൃത്തരംഗത്ത് ഒരുപാട് പേര് വരാൻ ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള ഇതിലാണ് ഇത് ഒരു തുടക്കം കുറിക്കുന്നത്. എങ്ങനെ പൊതുജനങ്ങളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാ? പ്രത്യേകിച്ച് കണ്ണൂരാണ് കലയെ ഇഷ്ടപ്പെടുന്നവരാണ്. ആദ്യം വന്നപ്പോൾ എല്ലാവരും ഈ എന്തിനാ ഇപ്പൊ കണ്ണൂര് നടത്തുന്നത്, നിങ്ങൾക്ക് എറണാകുളത്തോ തിരുവനന്തപുരത്തോ കൊണ്ടുപോയി നടത്തിയാൽ പോരാ, അതാണല്ലോ ഇതിന്റെ മെയിൻ സ്ഥലം. ബോധ്യപ്പെടുത്തുക വലിയൊരു അത് അങ്ങനെയായിരുന്നു തുടക്കത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നത്. പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ്, ഇനിയിപ്പോ ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഫെസ്റ്റിവലിന്. കലോത്സവം കഴിഞ്ഞ ഉടനെ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ എല്ലാരും നല്ല റെസ്പോൺസ് ആണ്. കണ്ണൂരിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് പറയാൻ തുടങ്ങി. എവിടെയാണ് വേദി ഒരുക്കുന്നതിന്? കണ്ണൂര് ബാങ്ക് ഓഡിറ്റോറിയം, കണ്ണൂർ ടൗണിൽ തന്നെയാണ്. അതിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭരെ കുറിച്ച് കൂടി അതിൽ പങ്കെടുക്കുന്നത് അനുപമ മോഹൻ കുച്ചുപ്പടി, ഡോക്ടർ വസന്ത് കിരൺ ആൻഡ് ഗ്രൂപ്പ്, രചന നാരായണൻകുട്ടി അവരുടെ ഗ്രൂപ്പാണ്. പിന്നെ ഗോപിക വർമ്മ മോഹിനിയാട്ടം, അനുരേഖ ഘോഷ് കഥക്,
പിന്നെ RLV രാമകൃഷ്ണൻ കലാഭവമണി അനിയൻ, കലാക്ഷേത്ര ശ്രുതി ജയൻ, അപർണ കിഷോർ പഴയ കലാതിലകാണ്, സംസ്ഥാന കലാതിലകാണ്. തുടങ്ങിയ ഒരു 12ഓളം ആർട്ടിസ്റ്റുകൾ ഈവനിങ് പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു ഇടവേള പോകാൻ സമയമായി. അതിനുമപ്പുറം എന്തായാലും വളരെ നന്ദി ഈ അവസരത്തിൽ എത്തിയതിനും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനും. കാരണം ഇത് കേവലം ഒരു വേദി എന്ന നിലയിലല്ല, ഈ കലോത്സവം കഴിഞ്ഞതിനും അപ്പുറം അതിൻ്റെ ഒരു തുടർ പഠനത്തെക്കുറിച്ചുള്ള സാധ്യതകളെക്കുറിച്ച് തുറന്നിരുന്നൊരു വാതായനം കൂടിയാണ് നാഷണൽ തലത്തിലുള്ളൊരു ഡാൻസ് ഫെസ്റ്റ്. അത് കണ്ണൂരാണ് നടക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇക്കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് മുന്നിൽ ഷൈജ പറയുകയും ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ആ അർത്ഥത്തിൽ അതിൻ്റെ ഗൗരവത്തിൽ, അതിൻ്റെ പ്രാധാന്യത്തിലാണ് ഞങ്ങളിത് പ്രേക്ഷകരോട് പറയുകയും ചെയ്യുന്നത്. ഒരു ചെറിയ ഇടവേള, ഇപ്പോൾ വരാം. കലയാട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മേഘ, ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ, അതായത് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകൾ കൂടി കാണാൻ സമയം തോന്നുന്നു അല്ലേ? എന്താ അടുത്ത്? എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ കലോത്സവ വേദിയായ നിളയെ ആദ്യം തന്നെ സജീവമാക്കിയത് സ്വാഗത ഗാനമായിരുന്നു. നേരത്തെ തന്നെ വാർത്തകൾ ഇടം നേടിയതാണ്. അപ്പോഴേ അരുൺ നമ്മൾ കരുതിയതാണ് മിന്നിച്ചേക്കുമെന്നത്. മിന്നിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു 57 അധ്യാപകർ വേദിയിൽ അണിനിരുന്നു. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും നിളയിൽ നൃത്തം വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മിന്നിച്ചേക്കണേ. മതസൗഹാർദ്ദവും കേരള സംസ്കാരവും സമ്മേളിക്കുന്ന നന്മയുടെ സ്വാഗതഗാനത്തോടൊപ്പം വൈവിധ്യമാർന്ന കലകളുടെ നൃത്താവിഷ്കാരത്തോടെയാണ് കണ്ണൂർ 57ാം സംസ്ഥാന കലോത്സവത്തിന് സ്വാഗതമരുളിയത്. ചിറക്കൽ രാജാസ് സ്കൂൾ അധ്യാപകൻ പ്രശാന്ത് കൃഷ്ണൻ രചന നിർവഹിച്ച സ്വാഗതഗാനത്തിന് കോട്ടയം രാജാസ് ഹൈസ്കൂൾ അധ്യാപകൻ ദിലീപാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. നമ്മുടെ പാട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മിക്ക നൃത്തരൂപങ്ങളും നമ്മൾ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിനുവേണ്ടി നയൻതാര മഹാദേവൻ, വിനോദ് കുമാർ, ഈ രണ്ടുപേരും അക്ഷീണമായ പരിശ്രമത്തിലൂടെ ഏതാണ്ട് 100ഓളം കുട്ടികളെ പരിശീലിപ്പിച്ചാണ് ഇത് വേദിയിൽ എത്തിച്ചത്. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഗാനത്തിനൊത്തു നൃത്താവിഷ്കാരം നിർവഹിച്ചത് നയൻതാരയാണ്. ആ പകലി കുട്ടികൾ അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. 77 കുട്ടികൾ. വെറും 5 ദിവസം കൊണ്ടാണ് സദസ്സിനെയാകെ കയ്യിലെടുത്ത ഈ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം നടത്തിയത്. സ്വാഗതഗാന സംഘത്തോടൊപ്പം ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കുമൊപ്പം PV ജോഷില. കലയാട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. മീഡിയ പവലിയനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ റിപ്പോർട്ട് കൂടി കാണാം. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്നും അഖിലേഷ് തന്നെയായിരിക്കും. കലോത്സവത്തിന്റെ പ്രത്യേകതകൾ, സംഘാടകരുടെ മികവുകളും കോട്ടങ്ങളും, വ്യത്യസ്തമാർന്ന കലോത്സവ നഗരി കാഴ്ചകൾ ഒപ്പിയെടുക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും കണ്ണും കാതും കൂർപ്പിച്ച് മാധ്യമപ്രവർത്തകർ കണ്ണൂരിൽ എത്തിക്കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്കാവും. മാധ്യമപ്രവർത്തകരെ വരവേൽക്കാനും കലോത്സവ ഫലങ്ങളും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും പുത്തൻ സാങ്കേതിക സംവിധാനത്തോടെ ഒരുക്കിക്കൊണ്ട് മീഡിയ പവലിയൻ പ്രവർത്തന സജ്ജമായി. പവലിയന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഹരിതനയം പ്രാവർത്തികമാക്കാൻ കണ്ണൂരിന്റെ സ്വന്തം കൈത്തറി സഞ്ചികളാണ് കണ്ണൂരിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് സമ്മാനമായി നൽകിയത്. എല്ലാവിധ ആധുനിക സങ്കേതങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ മേള പൂർണ്ണമായും ഹരിത നയത്തിന്റെ അടിസ്ഥാനത്തിൽ, പൂർണ്ണമായ ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മേള, സംഘടിപ്പിക്കുന്ന മേള ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൻ്റെ ഒരു സന്ദേശം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു തുണി സഞ്ചി അത് സമ്മാനിച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഞങ്ങൾ വരവേറ്റിരിക്കുന്നത്. ഇനി കലോത്സവ നഗരിയിലെ റിപ്പോർട്ടുകൾ ജനങ്ങളിൽ എത്തിക്കുവാനുള്ള തിരക്കിലേക്ക്. ഏഷ്യയിലെ തന്നെ ഈ മഹാമാമാങ്കം റിപ്പോർട്ട് ചെയ്യാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1200-ലധികം മാധ്യമപ്രവർത്തകരാണ് എത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കലയാട്ടത്തിലേക്ക് സ്വാഗതം. മേഘ, ഇനി അടുത്ത ബുള്ളറ്റിൻ അതായത് 7:30-ക്കാണ്. സമഗ്രമായ അവലോകനവും റിപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പ്രധാന വേദിയായ നിള കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒരു കാര്യം, ഞങ്ങളുടെ ക്യാമറമാൻ മഹേഷ് പാലക്കാട്, അദ്ദേഹത്തിന് പ്രേക്ഷകരോടായി പറയാനുള്ളത്, ഞങ്ങൾ രണ്ടുപേരും ഇത് അവസാനിപ്പിക്കുമ്പോൾ നമസ്കാരം പറയണം എന്നാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് നമസ്കാരത്തോടെ പൂർത്തിയാക്കുന്നു.